അതിരുകടന്ന ആഘോഷങ്ങളില്ല. അപരനെ കരുതുന്ന സ്നേഹത്തിലും കരുണയിലുമാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നും കത്തോലിക്ക ബാവയുടെ അഭിപ്രായം. ഈ അഭിപ്രായത്തിന് പ്രതികരണമായി അദ്ദേഹത്തോട് മറുചോദ്യങ്ങൾ ചോദിച്ച് ഭാസ്കരൻ നായർ അജയൻ. അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലെ തൻ്റെ പോസ്റ്റിലാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രതികരണം കുറിച്ചിരിക്കുന്നത്. പോസ്റ്റ് വായിക്കാം. FCRA വിഷയത്തിൽ എന്ന് വെച്ചാൽ ധൂർത്തടിച്ച് ചിലവാക്കിയ പണത്തിന്റെ കണക്ക് ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മാന്യദേഹം അങ്ങ് എല്ലായിടത്തും കയറി തലയിട്ട് സ്വയം മഹാൻ എന്ന് സ്വയം ചിന്തിക്കുന്നതിന് പകരം വിശുദ്ധ വേദ പുസ്തകത്തിലെ ക്രിസ്തുവചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് മാതൃക കാണിക്കുക എന്ന് ഭാസ്കരൻ നായർ അജയൻ കുറിക്കുന്നു. പോസ്റ്റ് തുടക്കം മുതൽ വായിക്കാം. 500-ലധികം അണുബോംബുകൾ സൂക്ഷിക്കാൻ അറിയുന്നവർക്ക് വെടിക്കെട്ടൊക്കെ നിസ്സാരമാണച്ചോ. നിങ്ങളൊരു കാര്യം അറിഞ്ഞോ? വിശുദ്ധർ പ്രസാദിക്കുന്നത് വെടിക്കെട്ടിലല്ല, വിശ്വാസിയുടെ ഹൃദയശുദ്ധിയിൽ എന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ. അതിര് കടന്ന ആഘോഷങ്ങളിലല്ല, അപരനെ കരുതുന്ന സ്നേഹത്തിലും കരുണയിലുമാണ് ദൈവം പ്രസാദിക്കുന്നത് എന്നും കത്തോലിക്ക ബാവ അഭിപ്രായപ്പെടുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ബാവയുടെ പ്രതികരണം. കേട്ടല്ലോ. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സംഗമമായ തൃശൂർ പൂരം ഒരിക്കലും നടത്തരുത് എന്നാണ് പള്ളിയിലെ പിതാവിന്റെ ആഗ്രഹം. പല പ്രകാരത്തിലും പൂരവും വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പും നിർത്തലാക്കാൻ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ഒത്തുചേരലിൽ മണ്ണിടാൻ സുപ്രീം കോടതി വരെ പോയവരാണ് ഇപ്പോൾ വെടിക്കെട്ടിൽ ജീവൻ പൊലിഞ്ഞത്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന് പോലും അറിയില്ല. അന്വേഷിക്കുന്നതിനിടയ്ക്ക് ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. പൂരം മൂലമാണ് എന്നും പൂരം നിർത്തിവെച്ച് സ്നേഹത്തിന്റെയും കരുണയുടെയും ഭാഷ സംസാരിക്കണമെന്നുമാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ബസേലിയസ് മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പിതാവെ, നിങ്ങളല്ലേ പള്ളിക്കേസുമായി ബന്ധപ്പെട്ട് വേറൊരു സഭയുമായി ഏറ്റുമുട്ടുന്നത്? അങ്ങ് സുപ്രീം കോടതി വരെ ചെന്ന് പ്രശ്നമുണ്ടാക്കുന്നത് ശരിയാണല്ലോ അല്ലേ? FCRA വിഷയത്തിൽ എന്ന് വെച്ചാൽ ധൂർത്തടിച്ച് ചിലവാക്കിയ പണത്തിന്റെ കണക്ക് ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതും അങ്ങല്ലേ? ഒരു മാർക്കോ സിനിമ ഇറങ്ങിയപ്പോൾ അത് നിരോധിക്കണം എന്ന് പിതാവ് പറഞ്ഞ് നിലവിളിച്ചത് ഞാൻ ഇന്നലെ പോലെ ഓർക്കുകയാണ്. എന്താ അല്ലേ? അടുത്ത മാസമല്ലേ ഗീവർഗീസ് സഹദായുടെ പിറന്നാൾ? അതിന് വെടിക്കെട്ട് വേണ്ട എന്നങ്ങ് പറയുമോ? റാസ എന്ന പേരിൽ പൊതുനിരത്തിൽ കുരിശും പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. ആ പരിപാടി വേണ്ടെന്ന് വെക്കുമോ? പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം എന്തിനാണ് തടയുന്നത്? അതിന് പകരം പള്ളിമുറ്റത്തുകൂടി 2 റൗണ്ട് നടന്നാൽ പോരെ? തൃശൂർ കുന്നംകുളം കല്ലുംപുറത്ത് പള്ളിപ്പെരുന്നാളിനെ ആനപ്പെരുന്നാൾ എന്നല്ലേ പറയുന്നത്? 2024 ഒക്ടോബറിൽ ഒരു ആന ഇടയുകയും ചെയ്തു. എന്നാലും 2025 പെരുന്നാളിന് ആന ഉണ്ടായിരുന്നല്ലോ പിതാവേ. എന്തേ അന്ന് ആന വേണ്ട എന്ന് പറയാത്തത്? ഇനി കുറച്ച് ലോകകാര്യം. 2025 പ്രസവം മൂലം ഇന്ത്യയിൽ 200-ലധികം സ്ത്രീകൾ മരണപ്പെട്ടു. സ്ത്രീകൾ പ്രസവിക്കരുത്, കൂടാതെ പ്രസവിച്ചാൽ വിശുദ്ധൻ പ്രസാദിക്കില്ല എന്ന് പറയാൻ ധൈര്യമുണ്ടോ? പല പ്ലെയിനുകളും കപ്പലുകളും തകർന്നിട്ടുണ്ട്, തീവണ്ടി മറിഞ്ഞിട്ടുണ്ട്, ബസ്സുകൾ കൂട്ടിയിടിച്ചിട്ടുണ്ട്, ആയിരക്കണക്കിന് ആളുകൾ റോഡ് അപകടത്തിൽ ഇന്ത്യയിൽ മരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം 7000-ലധികം പേരാണ് ബസ് ആക്സിഡന്റ് മൂലം മരിച്ചത്. കൂടാതെ കാൽനട യാത്രക്കാരും വണ്ടിയിടിച്ച് മരിക്കുന്നുണ്ട്. എന്ന് വെച്ച് ഇതെല്ലാം നിരോധിക്കുകയും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാറില്ലല്ലോ അല്ലേ? പിന്നെ അങ്ങ് എല്ലായിടത്തും കയറി തലയിട്ട് സ്വയം മഹാൻ എന്ന് സ്വയം ചിന്തിക്കുന്നതിന് പകരം വിശുദ്ധ വേദ പുസ്തകത്തിലെ ക്രിസ്തുവചനങ്ങൾ അനുസരിച്ച് ജീവിച്ച് മാതൃക കാണിക്കുക. എന്റെ പ്രിയപ്പെട്ട അച്ചോ, പള്ളികളിൽ പെരുന്നാളിന് പോകുമ്പോൾ മെത്രാന്മാർ ലക്ഷങ്ങളാണ് പ്രതിഫലമായി വാങ്ങുന്നത്. അത് വേണ്ട എന്ന് പറയാനുള്ള ആർജവമല്ലേ ആദ്യം ഉണ്ടാകേണ്ടത്? അവസാനമായി പൂരത്തിന് എന്ത് ചെയ്യണ്ട എന്ന് നോക്കാൻ പൂര കമ്മിറ്റിക്കാരുണ്ട്. അതോർത്ത് അച്ഛൻ വിഷമിക്കണ്ട. പിന്നെ അണുബോംബ് വരെ സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനം ഇന്ത്യക്ക് ഇപ്പോൾ ഉണ്ട്. 10,000-കണക്കിന് മിസൈലുകൾ, പൃഥ്വി, അഗ്നി, ആകാശ്, കൂടാതെ ബ്രഹ്മോസ് വളരെ ഭംഗിയായി സൂക്ഷിച്ചുപയോഗിക്കാൻ അറിയാവുന്ന, അവരെ നിയന്ത്രിക്കുന്ന തനി RSSകാരനായ സനാതന ധർമ്മവിശ്വാസിയായ മോദിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നും കൂടി ഓർമ്മ വേണം. ഏകദേശം 500-ലധികം ഭൂമിയെ 2 പ്രാവശ്യം ചുട്ടുകരിക്കാൻ പോകുന്ന അണുബോംബുകളുടെ സ്വിച്ചിന്റെ റിമോട്ട് കയ്യിലിരിക്കുന്ന ശ്രീ മോദിക്ക് വെടിക്കെട്ട്, വെടിമരുന്ന് എന്നതൊരു മൂക്കുപ്പൊടി പോലെ തോന്നൂ. എന്ത് ചെയ്യണമെന്ന് അവർക്കറിയാം. അച്ഛൻ ചെല്ല്, വിദേശത്ത് നിന്നും വന്ന ഫണ്ട് എടുത്ത് 2 പെഗ് വീഞ്ഞും കഴിച്ച് നല്ലൊരു ഉറക്കമുറങ്ങാൻ നോക്ക്. ചെല്ലു സർ. ഇങ്ങനെയാണ് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇത് കത്തോലിക്ക ബാവയ്ക്കുള്ള ഒരു നല്ല മറുപടി എന്ന രീതിയിലാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരം വിഷയങ്ങൾ വിവാദമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ നിഷ്പക്ഷമായ കാഴ്ചപ്പാടുകൾ പലപ്പോഴും ശ്രീ ഭാസ്കരൻ നായർ അജയൻ പങ്കുവച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ.